ഒരു നിമിഷം നമ്മുടെ ശിരസ്സുകൾ ദൈവസന്നിധിയിൽ നമുക്ക് വണങ്ങാം. സകലത്തിൻ്റെയും സൃഷ്ടാവും ഞങ്ങളുടെ രക്ഷിതാവുമായ ഞങ്ങളുടെ ദൈവമേ, ഈ രാത്രികാലം നിൻ്റെ പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് അവിടുന്ന് പകരണമേ. തകർന്ന മനസ്സുമായി, രോഗികളായി, ജീവിതത്തിലെ സകലവും തകർന്ന് തരിപ്പണമായിരിക്കുന്ന അവസ്ഥകളിൽ ദൈവമേ, എല്ലാം നഷ്ടപ്പെട്ട് നിരാശയിൽ ഞങ്ങളിവിടെ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ ആശ്വസിപ്പിക്കുന്നതിൻ്റെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ നിറയ്ക്കണമേ. സമാധാനത്തോടും സ്വർഗരാജ്യത്തിൻ്റെ അവകാശത്തോടും മടങ്ങിപ്പോകുവാൻ ഞങ്ങൾക്ക് ശക്തി തരണമേ. മാനുഷികമായ ശബ്ദമോ ബുദ്ധിയോ അല്ല, മറിച്ച് നിൻ്റെ സ്വർഗീയ ശബ്ദം കേൾക്കുവാൻ തക്കവണ്ണം അവിടുന്ന് ഞങ്ങൾക്ക് കൃപ ചൊരിയണമേ. സംസാരിക്കുവാൻ നിൽക്കുന്ന അടിയനിലൂടെ നിൻ്റെ മക്കൾക്ക് ആവശ്യമുള്ള കൃപകൾ ദൈവമേ അവിടുന്ന് ചൊരിഞ്ഞു കൊടുക്കണമേ. നിൻ്റെ മക്കളുടെ ഹൃദയങ്ങളിലേക്ക് നിൻ്റെ വചനം ആഴത്തിലിറങ്ങി ചെല്ലുവാൻ കരുണ ചെയ്യണമേ. പരിശുദ്ധയായ അമ്മയും പത്രോസ് പൗലോസ് സ്ലീഹന്മാരും ഞങ്ങളുടെ കാവൽ പിതാവായ മോർത്താനാസിയോസ് പിതാവും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥന കേട്ട് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ. ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 33-ാമത്തെ വാക്യം. മുന്നമേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ, ബാക്കിയുള്ളതെല്ലാം നിങ്ങൾക്ക് കിട്ടിക്കൊള്ളും. ഈ ചിന്താവിഷയം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5 മുതൽ 7 വരെയുള്ളതായ അധ്യായങ്ങൾ ഗിരിപ്രഭാഷണം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. നമ്മുടെ കർത്താവ് നൽകിയ ഏറ്റവും ദൈർഘ്യമേറിയ പ്രഭാഷണമാണ് ആ ഭാഗമെന്ന് പറയുന്നത്. ക്രൈസ്തവ നീതിശാസ്ത്രത്തിൻ്റെ പ്രമാണമെന്നാണ് അതിനെ അറിയപ്പെടുന്നത്. രാഷ്ട്രപിതാവായ ഗാന്ധിജി, മഹാത്മാഗാന്ധിജിയെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച വേദഭാഗമാണ് നമ്മുടെ കർത്താവിൻ്റെ ഗിരിപ്രഭാഷണം. ഇതിൻ്റെ വ്യാഖ്യാനങ്ങൾ വലിയ അഗാധമായ സ്വർഗീയവും ഭൗമികവുമായ രഹസ്യങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന വേദഭാഗമാണ്. മുന്നമേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കാനായി പറയുമ്പോൾ എന്താണതുകൊണ്ട് അർത്ഥമാകുന്നത്? ഈ ക്രിസ്തുമസിൻ്റെയും പുതുവത്സരത്തിൻ്റെയും നാളുകൾ ഓഫറുകളുടെ കാലമാണ്. ടി വിയുടെ പരസ്യങ്ങൾ നിങ്ങൾ കാണാറുണ്ട്. 40 ഇഞ്ചോ 50 ഇഞ്ചോ ആ സ്ക്രീനുള്ളതായ ടെലിവിഷൻ വാങ്ങിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ ഒരു VCR സൗജന്യം, ബാക്കിയുള്ള അക്സസറീസൊക്കെ സൗജന്യമാണ്. ചില കട്ടിലുകൾ വാങ്ങിക്കാനായിട്ട് അതിൻ്റെ പരസ്യം കൊടുക്കാറുണ്ട്. ഇപ്പോൾ ഫർണിച്ചർ ഷോപ്പുകൾ ആ കട്ടിലെടുക്കുമ്പോൾ നിങ്ങൾക്ക് സൗജന്യമായൊരു കിടക്ക കിട്ടും, പില്ലോ കിട്ടും, ബെഡ്ഷീറ്റ് കിട്ടും, കംഫർട്ടർ കിട്ടും. അതിനോട് ആവശ്യമായ സംഗതികളെല്ലാം നിങ്ങൾക്ക് സൗജന്യമാണെന്ന് ക്രിസ്തുമസിൻ്റെയും പുതുവത്സരത്തിൻ്റെയും സന്ദർഭങ്ങളിൽ ഒത്തിരി ഓഫറുകൾ നമ്മൾ കാണാറുണ്ട്. യാക്കോബായ സുറിയാനി സഭയുടെ മക്കൾക്കും ഇത് കേൾക്കുന്ന ദൈവജനത്തിനുമുള്ള കർത്താവിൻ്റെ ഓഫറാണ് ഈ വർഷത്തെ ചിന്താവിഷയം. മുന്നമേ നിങ്ങൾ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്ക്, ബാക്കിയുള്ളതെല്ലാം നിങ്ങൾക്ക് അത് കിട്ടിക്കൊള്ളും. എന്തു വലിയ ഓഫറാണ്! ഓഫറിൻ്റെ കാണുമ്പോഴേക്കും നമ്മൾ കടയന്വേഷിച്ച് പോകാൻ തുടങ്ങും. തമ്പുരാൻ്റെ ശബ്ദം ഇവിടെ ഇന്ന് മുഴങ്ങുമ്പോൾ ആ ഓഫറിലേക്ക് ഒന്ന് കണ്ണോടിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? മുന്നമേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിച്ച് വേദപുസ്തക ചരിത്രത്തിലും സഭാചരിത്രത്തിലും തിളങ്ങി നിൽക്കുന്ന എത്രയോ പേരെ നാം കാണുന്നുണ്ട്. നാം നിൽക്കുന്ന ഈ സ്ഥാനം അതിൻ്റെ തെളിവല്ലേ? വേറെ ഒരിടത്തും അന്വേഷിച്ച് പോകേണ്ട കാര്യമില്ല. 28 വർഷങ്ങൾക്ക് മുൻപ് നമ്മുടെ സുവിശേഷ യോഗം നമ്മൾ ആരംഭിക്കുമ്പോൾ ശ്രേഷ്ഠ ബാവാ തിരുമേനിയുടെ കൂടെ ഒരു ചെമ്മാച്ചനായിട്ട് ഞാൻ ബാവായുടെ സെക്രട്ടറി ആയിട്ട് ശുശ്രൂഷ ചെയ്യുന്ന കാലം, കാവുന്താഴത്ത് മൈതാനത്താണെന്ന് നമ്മുടെ സുവിശേഷ യോഗം തുടങ്ങിയത്. ജർമ്മനിയിൽ നിന്നൊക്കെ വരുന്ന ഗസ്റ്റുകളെ നേരെ പാട്ടിനൊന്ന് ഇരുത്താൻ പോലും സ്ഥലമില്ല.
ഏലിയാ ചാപ്പലിൻ്റെ വടക്ക് വശത്ത് ആസ്ബസ്റ്റോസ് കൊണ്ട് മേഞ്ഞതായ ഒരു കൂരയിലെ ശ്രേഷ്ഠ ബാബാ തിരുമേനി താമസിക്കുന്നു. അതിൻ്റെ തെക്ക് വശത്തൊരു കൊച്ചുമുറിയിൽ ഞങ്ങൾ താമസിക്കുന്നു. യോഗമെല്ലാം കഴിഞ്ഞ് വരുമ്പോൾ ഇവിടെ ഇരിക്കുന്ന ഈ കന്യാസ്ത്രീകൾ, ഈ സിസ്റ്റേഴ്സും മേരിക്കുട്ടി ചേച്ചിയൊക്കെ കൊണ്ടുവരുന്ന കഞ്ഞിയും പയറും, ഇതൊക്കെയാണ് അന്നത്തെ നമ്മുടെ സമ്പാദ്യവും നമ്മുടെ സഭയുടെ ഏറ്റവും വലിയ നിധി എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത്. ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, ആ ചാപ്പലിൽ മുട്ടിന്മേൽ കിടന്ന് പ്രാർത്ഥിക്കുന്ന, തമ്പുരാന്റെ രാജ്യവും നീതിയും അന്വേഷിച്ച ഒരു പിതാവിൻ്റെ അനുഗ്രഹീത നേതൃത്വത്തിൽ നമ്മൾ മുട്ടിന്മേൽ നിന്ന് ഈ സഭ പ്രാർത്ഥിച്ച് ഇന്ന് ഇത്രയും സൗകര്യങ്ങളും എല്ലാ സംവിധാനങ്ങളും ഇഷ്ടംപോലെ സമയമെടുത്ത് ദൈവത്തെ സ്തുതിക്കുവാൻ ഈ സൗകര്യങ്ങളെല്ലാം തന്ന് മുന്നമേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിച്ചപ്പോൾ ദൈവം തന്നില്ലേ? അതാണ് ഞാൻ പറഞ്ഞത്. വേറെ ഒരിടത്തും അന്വേഷിച്ച് പോകേണ്ട, നമ്മുടെ ജീവിതത്തിലേക്ക് ദൈവം നടത്തിയ വഴികളിലേക്ക് തിരിഞ്ഞു നോക്കാൻ നമുക്ക് സാധിക്കട്ടെ. ഇതിൻ്റെ അർത്ഥം എന്താണ്? അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കുക എന്ന് പറയുമ്പോൾ കൊച്ചു കുഞ്ഞുങ്ങൾക്ക് മനസ്സിലാകുന്ന ഒരു കഥയുണ്ട്. രാജ്യവും നീതിയും അന്വേഷിക്കുവാൻ പറയുമ്പോൾ ദൈവത്തെ തന്നെ അന്വേഷിക്കുകയാണ്, യേശുക്രിസ്തുവിനെ അന്വേഷിക്കുകയാണ്, ദൈവത്തിലേക്ക് നമ്മുടെ ജീവിതത്തിൻ്റെ കേന്ദ്രം മാറുകയാണ്. ഒരു രാജാവ് തൻ്റെ ജന്മദിനത്തോടനുബന്ധിച്ച് ആ പ്രദേശത്തുള്ള കുഞ്ഞുങ്ങൾക്കെല്ലാം ഒരു സമ്മാനം കൊടുക്കാൻ തീരുമാനിച്ചു. രാജാവ് അവിടെ ഉണ്ടായിരുന്ന കുഞ്ഞുങ്ങൾക്ക് മനോഹരമായ സമ്മാനങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ ജന്മദിനത്തിൽ പൊതിഞ്ഞ് കുഞ്ഞുങ്ങളെല്ലാം വന്നു ചേർന്നു. രാജാവ് അവിടെ സിംഹാസനത്തിൽ ഇരിക്കുമ്പോൾ ആ സമ്മാനപ്പൊതികളൊക്കെ പല സ്ഥലത്തായിട്ടിങ്ങനെ ക്രമീകരിച്ചിരിക്കുകയാണ്. കുഞ്ഞുങ്ങളോട് പറഞ്ഞു, നിങ്ങൾ വന്ന് നിങ്ങൾ തൊടുന്ന ആ സമ്മാനം നിങ്ങൾക്കുള്ളതാണ്, നിങ്ങൾക്ക് അവകാശപ്പെട്ടതാണ്. രാജാവ് നോക്കിക്കഴിഞ്ഞപ്പോൾ കൊച്ചുങ്ങൾ അവിടെ ടോയ്സ്, കളിപ്പാട്ടങ്ങളിരിക്കുന്നു, മധുരപലഹാരങ്ങളിരിക്കുന്നു. ഇത് കണ്ടപാടെ കുഞ്ഞുങ്ങൾ തെക്കും വടക്കും കിഴക്കും പടിഞ്ഞാറും ഓടി ഓരോരുത്തർ ഏറ്റവും മനോഹരമെന്ന് തോന്നുന്നു ഓരോന്ന് തൊടാൻ തുടങ്ങി. ഒരു കൊച്ചു മാത്രം ആ മൂലയിൽ അങ്ങോട്ട് മാറി നിൽക്കുക, യാതൊരു ഭാവഭേദവുമില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ രാജാവ് നോക്കിക്കഴിഞ്ഞപ്പോൾ ഈ കൊച്ച് പതുക്കെ മുന്നോട്ട് രാജാവിൻ്റെ അടുക്കലേക്ക് വരികയാണ്. ഈ കൊച്ചുമുടുക്കൻ വന്നിട്ട് അവൻ എന്താ ചെയ്തെന്നറിയാമോ? ഇവൻ വന്നിട്ട് രാജാവിനെ തന്നെ തൊട്ടു. ഇവിടെ ഇരിക്കുന്നതെല്ലാം നിങ്ങൾ തൊടുന്നത് എന്തോ അത് നിങ്ങൾക്ക് അവകാശപ്പെട്ടതെന്ന് പറഞ്ഞപ്പോൾ ആ കുഞ്ഞു വന്ന് രാജാവിനെ തൊട്ടു. രാജാവിനെ തൊട്ടവൻ രാജാവിന് സ്വന്തമായി, രാജാവിനുള്ളതെല്ലാം അവനുള്ളതാണ്. അതാണ് ഞാൻ പറഞ്ഞത്. ഇതിനെക്കുറിച്ച് കൂടുതൽ വലിയ വിശദീകരണങ്ങളുടെ ആവശ്യമില്ല. ചിന്താവിഷയം മുന്നമേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കാൻ പറയുമ്പോൾ ദൈവത്തെ നമുക്ക് സ്വന്തമായി നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ സകലതും നമുക്കുണ്ട് എന്ന് മത്തായിയുടെ സുവിശേഷത്തിൽ നമ്മുടെ കർത്താവ് പഠിപ്പിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ദൈവത്തെ സ്വന്തമാക്കുവാൻ, അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. ഈ വേദഭാഗം വിശദമായി പഠിക്കുമ്പോൾ 5-ാം അധ്യായം മുതൽ പരിശോധിക്കുമ്പോൾ 2 വാക്കുകൾ പ്രത്യേകമായി കാണാൻ കഴിയും. ഒന്ന്, പിതാവ് എന്ന് പറയുന്നതായ വാക്കുകൾ. യേശുതമ്പുരാൻ 7 പ്രാവശ്യമാണ് ഈ പർവ്വത പ്രസംഗത്തിൽ പിതാവ് എന്ന് ഉപയോഗിച്ചിരിക്കുന്നത്. മാത്രമല്ല രാജ്യത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും പ്രസ്താവിച്ചിരിക്കുന്നു. ഇസ്രായേലി ചിന്തയുടെ അടിസ്ഥാന പ്രമാണങ്ങളിൽ 2 സംഗതികളാണ്: ദൈവം പിതാവും സൃഷ്ടാവുമായ ദൈവവും രാജാവായിരിക്കുന്ന ദൈവവും. സകലത്തെയും സൃഷ്ടിച്ച സൃഷ്ടാവായ ദൈവം അത് നമ്മുടെ പിതാവായിരിക്കുമ്പോൾ ഇസ്രായേലിൻ്റെ ചരിത്രത്തിൽ അതുകൊണ്ടാണ് ദാവീദ് നിലവിളിക്കുന്നുണ്ട്, എൻ്റെ പിതാവായ ദൈവമേ എന്ന് വിളിച്ചുകൊണ്ട് സങ്കീർത്തനത്തിൽ ദാവീദ് നിലവിളിക്കുന്നുണ്ട്. രാജാവ് എന്ന് പറയുന്നത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഒരൊറ്റ രാജാവേ അവർക്കുള്ളൂ, അത് സർവശക്തനായ ദൈവമാണ്. ഭൂമിയിലെ രാജാക്കന്മാരും ന്യായാധിപന്മാരും ആ ദൈവത്തിൻ്റെ പ്രതിനിധികളാണ്. അതുകൊണ്ട് തന്നെ ദൈവീകമായ ഹിതപ്രകാരം ഈ ലോകത്ത് ശത്രുക്കളിൽ നിന്ന് തൻ്റെ ജനത്തെ രക്ഷപ്പെടുത്തുവാനും സ്വസ്ഥമായ കാലഘട്ടത്തിൽ ജനത്തെ
അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെട്ട് സമാധാനത്തോടെ ജീവിക്കുവാനും നയിക്കുക എന്നുള്ളതാണ് ഇസ്രായേലിൻ്റെ രാജാവിൻ്റെ ചുമതല എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ആ ദൈവീക നീതിയും ദൈവം രാജാവായിരിക്കുന്ന ആ അവസ്ഥയും ഭൂമിയിലും സംജാതമാക്കുവാൻ എപ്പോഴും ദൈവം കൽപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഈ വേദഭാഗത്ത് കർത്താവ് പറയുന്നു, നിങ്ങൾ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കാൻ പറയുമ്പോൾ 5-ാം അധ്യായം 20-ാം വാക്യത്തിൽ അതിന് വിരുദ്ധമായ മറ്റൊന്നുണ്ട്. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത് അതിനെ അന്വേഷിക്കുകയല്ല വേണ്ടേ. 5-ാം അധ്യായത്തിൻ്റെ 20-ാം വാക്യത്തിൽ നിങ്ങളുടെ നീതി ശാസ്ത്രിമാരുടെയും പരീശന്മാരുടെയും നീതിയെ കവിയുന്നില്ലെങ്കിൽ സ്വർഗരാജ്യത്തിൽ കടക്കാൻ നിങ്ങൾക്ക് കഴിയില്ല. അപ്പോൾ അതിനെ പരാമർശിച്ചുകൊണ്ടാണ് ഈ വേദഭാഗത്തിൻ്റെ കോണ്ടെക്സ്റ്റ്. പരീശന്മാരുടെയും ശാസ്ത്രിമാരുടെയും നീതിയെ അതിജീവിക്കുന്ന ആ നീതിയെക്കുറിച്ച് സ്വർഗത്തിലെ ദൈവത്തിൻ്റെ നീതിയും രാജ്യവും അന്വേഷിക്കുവാൻ പറയുമ്പോൾ, അനുഗ്രഹിക്കപ്പെട്ടവരെ, പരീശന്മാരുടെ നീതിയെക്കുറിച്ച് വേദപുസ്തകം പറയുന്നത് കപടതയിലും ബാഹ്യമായ ആചാരങ്ങളിലും സ്വാർത്ഥതയിലും സത്യമില്ലാത്ത നീതിയിലും അധിഷ്ഠിതമായി അധപ്പതിച്ചു പോയ ആ ഒരു സാഹചര്യത്തെ നോക്കിക്കൊണ്ടാണ്. ഒന്നുകൂടെ ഞാൻ പറയാം, ഹിപ്പോക്രസി, കപടതയിലും ബാഹ്യമായ വെറും ആചാരങ്ങളിലും സ്വാർത്ഥ ചിന്തകളിലും സത്യമില്ലാത്ത നീതി നടത്താക്കുന്നതിലും അവരധിപ്പതിച്ചു പോകുമ്പോഴാണ് അതിനെ നോക്കിക്കൊണ്ട് കർത്താവ് പറയുന്നത് അതല്ല ദൈവീക നീതി എന്ന് കർത്താവ് പറയുന്നത്. ചുരുക്കത്തിൽ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കുവാൻ പറയുമ്പോൾ ദൈവത്തിൻ്റെ നീതിയെ ലോകത്തിൻ്റെ നീതിയിൽ നിന്ന് ദൈവത്തിൻ്റെ നീതിയിലേക്കുള്ള ഒരു പ്രയാണത്തെക്കുറിച്ചാണ് തമ്പുരാൻ നമ്മളെ ആഹ്വാനം ചെയ്യുന്നത്. അതിലേക്കൊന്ന് കടന്നു ചിന്തിക്കുവാൻ, കടന്നു വരുവാനായിട്ടാണ് നമ്മെ ആഹ്വാനം ചെയ്യുന്നത്. എന്താണ് ഈ ദൈവത്തിൻ്റെ നീതി? ദി കോൺസ്റ്റന്റ് ആൻഡ് അൺചേഞ്ചിങ് വിൽ ഓഫ് ഗാഡ് ടു ഗിവ് എവരിവൺ വാട്ട് ഈസ് ഡ്യൂ ടു ഹിം ഓർ ഹെർ. ഓരോരുത്തർക്കും അവകാശപ്പെട്ടത് നൽകുന്ന സ്ഥിരതയുള്ളതും മാറ്റമില്ലാത്തതുമായ ദൈവത്തിൻ്റെ ഇഷ്ടമാണ് ദൈവത്തിൻ്റെ നീതി എന്ന് പറയുന്നത്. സകല ചരാചരങ്ങളുടെയും നിലനിൽപ്പിന് നിയമപരമായ നീതിയും നല്ലവർക്ക് പ്രതിഫലവും ദുഷ്ടരെ ശിക്ഷിക്കുന്നതും ആ നീതിയുടെ ഭാഗമാണ്. എന്നാൽ മാനുഷിക നീതിക്കപ്പുറമായുള്ള മറ്റൊരു തലമെന്ന് പറയുന്നത് നീതിയോടൊപ്പം തന്നെ കരുണയും നീട്ടിക്കൊടുക്കുന്നവനായ ആ ദൈവത്തിൻ്റെ നീതി. ഈ നീതിയിലേക്ക് വരുവാനായിട്ട് തമ്പുരാൻ നമ്മെ ആഹ്വാനം ചെയ്യുമ്പോൾ ഇസ്രായേലിൻ്റെ ചരിത്രത്തിൽ ദൈവം അവരിൽ ഉദ്ദേശിച്ചതും ഇത് തന്നെയാണ്. ആ നീതിയിൽ നിന്ന് പക്ഷെ അവർ മാറിപ്പോയി ഇടയ്ക്ക്. അതുകൊണ്ടാണ് പ്രവാചകന്മാരിലൂടെ ദൈവം അരുളി ചെയ്ത് മീഖായും ആമോസുമെല്ലാം ശക്തമായ ഭാഷയിൽ ആ നീതിയെ പുനഃസ്ഥാപിക്കുവാൻ ആവശ്യപ്പെടുന്നത്. മീഖാ പ്രവചനം 3:11 ഇപ്രകാരം നാം കാണുന്നുണ്ട്, തലവന്മാർ സമ്മാനം വാങ്ങി ന്യായം വിധിക്കുന്നു, നീതിപീഠം വരെ അധപ്പതിച്ചു പോകുന്ന മാനുഷിക മുഖങ്ങളെ 700 വർഷം കർത്താവിന് മുൻപ് നടന്ന സംഭവങ്ങളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പ്രവാചകൻ പറയുകയാണ്, സമ്മാനം വാങ്ങി നീതി വിൽക്കപ്പെടുകയാണ്. നീതിമാനെ പണത്തിനും ദരിദ്രനെ ഒരു കൂട്ട് ചെരുപ്പിനും വിറ്റുകളയുന്ന നീതിയില്ലായ്മയുടെ അനുഭവങ്ങൾ. ഇതാണ് ലോകത്തിൽ പലപ്പോഴും സംഭവിക്കപ്പെടുന്ന നീതിയുടെ അവസ്ഥ. അതുകൊണ്ടാണല്ലോ യോഹന്നാന്റെ സുവിശേഷം 18-ാം അധ്യായം 38-ാമത്തെ വാക്യത്തിൽ ഈ ലോകത്തിൻ്റെ ഒരു കോടതിയുടെ മുമ്പിൽ നിൽക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടായ നീതിമാനായ കർത്താവിനെ നാം കാണുന്നുണ്ട്. ആ വേദഭാഗം നമ്മൾ വായിക്കുമ്പോൾ ലോകത്തിൻ്റെ നീതിക്ക് പറ്റുന്നതായ അപജയങ്ങൾ നമ്മൾ കാണുകയാണ്. പീലാത്തോസ് തൻ്റെ കോടതിയിൽ നിൽക്കുന്ന യേശുവിനെ നോക്കിക്കൊണ്ട് പീലാത്തോസ് പറയുകയാണ്, ഈ മനുഷ്യനിൽ ഞാൻ ഒരു കുറ്റവും കാണുന്നില്ല. ഓപ്പൺ കോർട്ടിൽ, ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പൺ കോർട്ടിൽ ജഡ്ജി പറയുകയാണ്, പീലാത്തോസ് എന്ന് പറയുന്ന ആ ജഡ്ജി പറയുകയാണ്, ഈ മനുഷ്യനിൽ ഞാൻ ഒരു കുറ്റവും കാണുന്നില്ല എന്ന് പറഞ്ഞിട്ട് വിധിന്യായത്തിൽ എഴുതി കഴിഞ്ഞപ്പോൾ, നടപ്പാക്കി കഴിഞ്ഞപ്പോൾ അവനെ കൊല്ലാൻ വിട്ടുകൊടുക്കുന്ന ആ നീതിയുടെ സത്യമില്ലാത്ത, നീതിയില്ലാത്ത അവസ്ഥയാണ് നാം കാണുന്നത്. ചരിത്രത്തിൽ വാദം കേൾക്കാതെ
വിധിയെഴുതുന്നതായ അനീതി നിറഞ്ഞ സംഭവങ്ങൾ. ആ കോടതിയിലെ സത്യം എന്താണെന്ന് ചോദിച്ചിട്ട് അത് കേൾക്കാൻ പോലും മനസ്സില്ലാതെ സത്യമായവനെ കുരിശിക്കാൻ വിട്ടുകൊടുത്ത പീലാത്തോസ് എന്ന് പറയുന്ന ന്യായാധിപന്റെ അന്ത്യമെന്താണെന്ന് യോമാചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട്. സ്വന്തം കത്തി കൊണ്ട് ആത്മഹത്യ ചെയ്യേണ്ടി വന്ന ന്യായാധിപനായിരുന്നു പീലാത്തോസ് എന്ന് പറയുന്നത്. ഒരു പാവപ്പെട്ട നിർദോഷിയായ മനുഷ്യനെ, നാബോത്ത് എന്ന് പറയുന്ന മനുഷ്യനെ കള്ളസാക്ഷികളെ ഒരുക്കിക്കൊണ്ട്, പഴയ നിയമത്തിലുള്ള ആ സംഭവം നമുക്കെല്ലാവർക്കും അറിയാം. ആ നിർദോഷിയായ മനുഷ്യനെ കള്ളസാക്ഷികളെ ഒരുക്കിക്കൊണ്ട് ന്യായാധിപൻ ആഹാബ് എന്ന് പറയുന്ന രാജാവ് അവനെ കല്ലെറിഞ്ഞു കൊല്ലാൻ ഏൽപ്പിച്ചു. ദൈവത്തിന്റെ ന്യായവിധി. നാബോത്തിന്റെ രക്തം നക്കിയെടുത്ത് ഇസബേലിന്റെ രക്തവും നക്കും, നായ്ക്കൾ നക്കും. അനുഗ്രഹിക്കപ്പെട്ടവരെ, നമുക്ക് ദൈവത്തിന്റെ നീതി ആത്യന്തികമായും മനുഷ്യർ പലപ്പോഴും ആ ബലഹീനതകളിലൂടെ നീതിയുടെ സത്യത്തിന്റെ അംശത്തിൽ നിന്ന് മാറുമ്പോൾ, അതുകൊണ്ടാണ് നമ്മോട് ദൈവത്തിന്റെ വചനം ആവശ്യപ്പെടുന്നത് സ്വർഗത്തിലെ നീതി അന്വേഷിപ്പാൻ, സ്വർഗരാജ്യം അന്വേഷിപ്പാൻ നമ്മോട് ആവശ്യപ്പെടുന്നത്. എങ്ങനെയാണ് സ്വർഗരാജ്യത്തിലെ ഈ നീതി, ഈ സ്വർഗരാജ്യത്തിൻ്റെ അവകാശം നമുക്ക് സാധിക്കാൻ, അത് ലഭിക്കാൻ മാമോദീസായിലും വിവാഹകൂദാശയിലും ശവസംസ്കാര ശുശ്രൂഷയിലും എല്ലാം നീതിയുടെ കിരീടം പ്രാപിക്കുന്നതിനെ കുറിച്ച് മനോഹരമായ ഭാഗങ്ങളുണ്ട്. സമയക്കുറവ് കൊണ്ട് അത് പരാമർശിക്കാതെ കടന്നു പോകട്ടെ. എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി എന്ന് പറയുന്നത്, ഈ നീതി നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായി മാറുമ്പോൾ അസ്വസ്ഥതയുണ്ടാകുന്ന ഒരു സന്ദർഭമാണ്, സിറ്റുവേഷനാണ്. അതുകൊണ്ടാണ് പറയുന്നത് അവർ ഗോഡ് ഈസ് എ ഡിസ്റ്റർബിംഗ് ഗോഡ്. നമുക്ക് അസ്വസ്ഥതയുണ്ടാക്കുന്ന ഒരു ദൈവം. യേശുക്രിസ്തുവിന്റെ മനുഷ്യാവതാര കാലത്ത് നമ്മുടെ കർത്താവ് കൽപ്പിച്ചു, ഞാൻ ഭൂമിയിൽ സമാധാനമുണ്ടാക്കാനല്ല വാളത്ര വരുത്തുന്നത്. ഒത്തിരി തെറ്റിദ്ധരിക്കപ്പെട്ടുള്ളൊരു വേദഭാഗമാണത്. എന്താണ് അതുകൊണ്ട് അർത്ഥമാകുന്നത്? സമാധാനത്തെ എല്ലാം നശിപ്പിക്കുന്നവനെന്നാണോ? ഒരിക്കലുമല്ല. കപടത നിറഞ്ഞ വഴിവിട്ട നാശത്തിൻ്റെ പാതയിലൂടെയുള്ള പ്രയാണങ്ങൾക്ക് അതിനാണ് അസ്വസ്ഥതയുണ്ടാക്കി തടസ്സം വരുത്തുന്നത്. നമുക്കറിയാം, നാട്ടിലൊക്കെ നമ്മൾ നല്ല ഈ കിണറുകളിലൊക്കെ വെള്ളം, അത് 2-3 വർഷമൊക്കെ കഴിയുമ്പോൾ അതിലെ കിണറിൽ ചെളിയൊക്കെ വന്ന് ആ വെള്ളം അഴുക്കാകും. വീണ്ടും ശുദ്ധജലം ലഭിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? ആ കിണറ്റിലെ ചെളിയും വെള്ളവും എല്ലാം അവസാനം കലക്കി മറയ്ക്കും. ആ ചെളി കോരിക്കളയും. ആ കലക്കി മറക്കിലൂടെയാണ് ശുദ്ധമായ ജലം വീണ്ടും നമുക്ക് ലഭിക്കുന്നത്. അതുകൊണ്ടാണ് പറയുന്നത് ഡിസ്റ്റർബിംഗ് ഗോഡ്. നമ്മെ അസ്വസ്ഥരാക്കുന്ന ദൈവരാജ്യത്തിൻ്റെ വിളിക്ക് കാതോർത്ത് കഴിയുമ്പോൾ നാം അസ്വസ്ഥരാകണം. പലപ്പോഴും ഇന്ന് അതില്ലാതെ പോകുന്ന മനുഷ്യനും സഭകളും മതങ്ങളും സമൂഹങ്ങളും അവനവൻ്റെ സ്വസ്ഥതയിൽ ഈ രീതിയിൽ അധാർമികതയിലും ദുസ്വഭാവങ്ങളിലും സ്വാർത്ഥ താല്പര്യങ്ങളിലും അവിഹിത ബന്ധങ്ങളിലും സ്വസ്ഥരായി നമ്മൾ പ്രയാണം ചെയ്തുകൊണ്ട് പോവുകയാണ്. അവിടെയാണ് നമുക്ക് ഡിസ്റ്റർബൻസ് ഉണ്ടാകുവാൻ. ദൈവരാജ്യത്തിൻ്റെ വിളി കേൾക്കുമ്പോൾ ആ ഡിസ്റ്റർബൻസ്, അസ്വസ്ഥത. അനുഗ്രഹിക്കപ്പെട്ട വാത്സല്യ സഹോദരങ്ങളെ, തിരുമേനി ഇവിടെ പ്രസംഗിച്ചപ്പോൾ സക്കായിയുടെ കാര്യം ഇവിടെ പരാമർശിക്കുകയുണ്ടായി. സക്കായി ചെയ്ത ഒരു കാര്യം, പുള്ളിക്ക് കർത്താവിനെ ഒന്ന് കാണണമെന്നുണ്ടായിരുന്നു. പക്ഷെ കർത്താവ് അവനെ കാണണമെന്ന് അവന് ആഗ്രഹം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഓടിപ്പിടിച്ച്, പൊക്കം കുറവായിരുന്നൊക്കെ പറഞ്ഞാലും മരത്തിൻ്റെ മുകളിൽ കയറി, അത്തിവർഷമാണ്, ഇഷ്ടം പോലെ ഇലയുണ്ട്, അതിൻ്റെ ഇടയ്ക്ക് മറിഞ്ഞിരിക്കുകയായിരുന്നു. അവനൊരു പക്ഷെ കേട്ടിട്ടുണ്ടാകാം കൂടെ കൂടിയ കർത്താവിൻ്റെ കൂടെ കൂടിയ അവസ്ഥ, ആളുകളുടെ അവസ്ഥ എന്താണെന്നുള്ളത്. ഡിസ്റ്റർബൻസ് എങ്ങനെയോ ഉണ്ടായേ. പത്രോസ് എന്ന് പറയുന്ന ഒരുത്തൻ കൂടെ കൂടി, പക്ഷെ അവന് ചിലത് ഉപേക്ഷിക്കേണ്ടി വന്നു. അവൻ്റെ വലയും വള്ളമൊക്കെ ഉപേക്ഷിക്കേണ്ടി വന്നു. ഇതുപോലെ സക്കായിയുടെ വീട്ടിലേക്ക് ഈ സക്കായി എന്ന് പറയുന്ന മനുഷ്യൻ പണം ഇഷ്ടം പോലെയുണ്ട്. റോമാക്കാർക്ക് വേണ്ടി യഹൂദന്മാരിൽ ചുങ്കം പിരിച്ചുകൊണ്ട് നടന്നവനാ. പക്ഷെ പ്രശ്നം എവിടെയാ? ടാക്സ് കളക്ടേഴ്സ് അവൻ്റെ ജോലി ചെയ്ത് കഴിഞ്ഞാൽ എന്തിനാ അവന് വെറുക്കേണ്ട കാര്യമുണ്ടോ? പക്ഷേ അനുവദിച്ചതിൽ നിന്ന് അമിതമായി മറ്റുള്ളവനെ കുത്തിപ്പിഴിഞ്ഞ്
അവൻ ചുങ്കം പിരിച്ചുകൊണ്ടിരുന്നത് കൊണ്ട് റോമാക്കാർക്ക് പോലും അവനെ വിശ്വാസമില്ല. ഇവൻ ശരിയല്ല, ഇവനെ വിശ്വസിക്കാൻ കൊള്ളാത്തവനാണെന്നാണ് പണം പിരിച്ചു കൊടുക്കുന്നവൻ പറഞ്ഞുകൊണ്ടിരിക്കുക. തങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഉള്ളതും കൂടെ കുത്തിപ്പിഴിഞ്ഞു വാങ്ങിക്കുന്നത് കൊണ്ട് യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം, അവർക്ക് സംബന്ധിച്ചിടത്തോളം ഇവൻ ഞങ്ങളെ പിഴിഞ്ഞെടുക്കുന്ന ആ ചൂഷകനാണ്, കൊള്ളരുതാത്തവനാണ്. സന്ധ്യയ്ക്ക് വീട്ടിൽ വന്ന് കഴിയുമ്പോഴോ ഭാര്യയുടെ കുത്തുവാക്കുകൾ ഇവക്കും കുഞ്ഞുങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണെന്നാണ് പറയുന്നത്. പക്ഷേ അവിടെ വന്നു കഴിയുമ്പോൾ അവിടെ നിന്നുള്ള കുത്തുവാക്കുകൾ. പക്ഷെ അന്നത്തെ ദിവസം കർത്താവ് അവനോട് പറഞ്ഞു, ഞാൻ നിൻ്റെ വീട്ടിലേക്ക് വരിക. ആ വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ ആദ്യമായിട്ടാണ് സ്വസ്ഥമായിട്ട് സന്തോഷത്തോടെ ഒരു അത്താഴം കഴിച്ചത്. സക്കായിക്ക് തോന്നി, ഇത് കൊള്ളാലോ, ഇനി എനിക്കിത് മതി. അവൻ ചിലത് ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു. അതാ തിരുമേനി ഇവിടെ പറഞ്ഞത്, എൻ്റെ വസ്തുക്കളിൽ പകുതി ഞാൻ കൊടുക്കാൻ തീരുമാനിക്കുക. ആരെങ്കിലും നിന്ന് പിടിച്ചു വാങ്ങിയിട്ടുള്ളത് 1/4 ഇരട്ടിയായിട്ട് ഞാൻ തിരിച്ചു കൊടുക്കാം. പക്ഷേ എൻ്റെ കർത്താവേ, എനിക്കിനി നീ മതി. ഞാൻ ഈ അനുഭവിക്കുന്ന സന്തോഷം, ഈ സമാധാനം എൻ്റെ ജീവിതത്തിൽ ഒരിക്കൽ പോലും ഞാൻ അനുഭവിച്ചിട്ടില്ല. ഇവനും അബ്രഹാമിൻ്റെ പുത്രനായതുകൊണ്ട് ഈ ഭവനം ഇന്ന് രക്ഷിക്കപ്പെട്ടു. ചിലതിനെ ഉപേക്ഷിക്കുവാൻ നാം തയ്യാറാകാതെ, ഡിസ്റ്റർബ്ഡ് ആകാതെ ഇരിക്കുകയാണ്. ഞാൻ ഈ അടുത്ത ദിവസം ഒരു പുസ്തകം വായിക്കുകയുണ്ടായിരുന്നു. ഒരു മനുഷ്യൻ തികഞ്ഞ മദ്യപാനിയാണ്. അപ്പോൾ ഈ മദ്യപാനത്തിൻ്റെ ദൂഷ്യഫലങ്ങളെക്കുറിച്ചുള്ളൊരു പുസ്തകം പുള്ളി വായിക്കുകയാണ്. ആ പുസ്തകമൊക്കെ വായിച്ചു കഴിഞ്ഞപ്പോൾ ഇയാൾ ഉറച്ചൊരു തീരുമാനം എടുത്തു. എന്താണെന്ന് അറിയാമോ തീരുമാനം? ഇനി ജീവിതത്തിൽ ഒരു പുസ്തകവും ഞാൻ വായിക്കില്ല. മദ്യപാനം ഉപേക്ഷിക്കില്ല എന്നല്ല, അത് സാധിക്കാതെ അതിൽ നിന്ന് വിടുതൽ പ്രാപിക്കാൻ ആഗ്രഹമില്ല. മറിച്ച് ഇനി ഒരു പുസ്തകവും വായിച്ച് ഇനി നന്നാവാനായിട്ട് അങ്ങനെ ഒരു അവസരം ഞാൻ കൊടുക്കൂല. അടുത്തയിടയ്ക്ക് ഒരു വല്യപ്പച്ചൻ്റെ കഥ ഇങ്ങനെ വായിക്കാനിടയായി. നമ്മുടെ സ്വസ്ഥതകളിൽ ഡിസ്റ്റർബൻസ് ഉണ്ടാകാതെ നമ്മൾ നമ്മുടെ വഴിക്ക് പോകാൻ ആഗ്രഹിക്കും, തമ്പുരാൻ്റെ വഴിക്ക്. ഒരു പള്ളിയിൽ അച്ഛൻ പ്രസംഗിക്കാനിരിക്കുമ്പോൾ മുന്നരേ തന്നെ ഒരു വല്യപ്പച്ചൻ വന്നിരിപ്പുണ്ട്. അച്ഛൻ പ്രസംഗം തുടങ്ങിക്കഴിഞ്ഞാൽ ഈ വല്യപ്പച്ചൻ ഇരുന്ന് ഉറങ്ങാൻ തുടങ്ങും. അച്ഛനെ നോക്കുമ്പോൾ ഈ വല്യപ്പച്ചൻ്റെ വായും പൊളിച്ചിരുന്നുള്ള കൂർക്കം വലി ഇത് കാണുമ്പോൾ അച്ഛൻ്റെ സകല ഗ്യാസും തീരും, പ്രസംഗിക്കാനുള്ള മൂടും പോവും. പക്ഷെ കൂടത്തിൽ വല്യപ്പച്ചൻ്റെ കൊച്ചുമോനും ഉണ്ട് കൂടെ. അപ്പോൾ ഈ അച്ഛൻ പറഞ്ഞു, മോൻ അന്ന് കുർബാനയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ കൊച്ചിനെ വിളിച്ചിട്ട് പറഞ്ഞു, മോനെ, നീ അടുത്ത ആഴ്ച നമ്മളൊരു കാര്യം ചെയ്യാം. നീ അപ്പച്ചനോട്, നീ പള്ളിയിൽ വന്നിരിക്കുമ്പോൾ അച്ഛൻ നിനക്ക് 10 രൂപ തരാം. നീ അപ്പച്ചനെ ഉറങ്ങാൻ തുടങ്ങുമ്പോൾ അപ്പച്ചനെ പതുക്കി ഒന്ന് തോണ്ടണം, അപ്പച്ചനെ എഴുന്നേൽപ്പിച്ചിരുത്തണം, ഉറങ്ങാതെ നോക്കിക്കൊള്ളണം. കൊച്ചിനും സന്തോഷമായി. അന്ന് മുതൽ പിറ്റേയാഴ്ച പള്ളിയിൽ പ്രസംഗം നടക്കുന്നു. കൊച്ച് അപ്പച്ചൻ്റെ അടുത്തിരുന്നു. അപ്പച്ചൻ കണ്ണടയ്ക്കാൻ തുടങ്ങുമ്പോഴത്തേക്കും കൊച്ചു തോണ്ടും. 3-4 ആഴ്ച വളരെ ഭംഗിയായിട്ട് കാര്യങ്ങൾ പോയി. പക്ഷേ 5-ാമത്തെ ആഴ്ച വന്നു കഴിഞ്ഞപ്പോൾ അച്ഛൻ നോക്കുമ്പോൾ പൂർവാധികം ഭംഗിയായിട്ട് വല്യപ്പച്ചനിരുന്ന് ഉറങ്ങുക. അപ്പം അത് കഴിഞ്ഞപ്പോൾ അച്ഛന് വലിയ സങ്കടമായി. അച്ഛൻ ഈ കൊച്ചിനെ വിളിച്ചിട്ട് കൊച്ചിനോട് ചോദിച്ചു, മോനെ, കഴിഞ്ഞ 3-4 ആഴ്ചകളിലെല്ലാം ഭംഗിയായിട്ട് തീർന്നു, നീ എന്താ ഇന്ന് വല്യപ്പച്ചനെ നീ ഇന്ന് ഉണർത്താതെ ഇരുന്നത്? ഇന്ന് വല്യപ്പച്ചനിന്ന് ഉറങ്ങുകയായിരുന്നല്ലോ മോനെ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ കൊച്ചു പറഞ്ഞു, അച്ഛൻ അതിനകത്ത് വേറെ ഒന്നുമില്ല, അച്ഛനെനിക്ക് 10 രൂപയല്ലേ തന്നേ. ഇന്ന് പള്ളിയിൽ വന്നതിന് മുമ്പ് എൻ്റെ വല്യപ്പച്ചൻ എനിക്ക് 25 രൂപ തന്നു. മോനെ, ഞാൻ ഉറങ്ങുമ്പോൾ നീ എന്നെ ശല്യപ്പെടുത്തരുത്. ഇതാണ് പ്രശ്നം. നമുക്കൊക്കെ ഇന്ന് ആലസ്യങ്ങളിൽ ജീവിതത്തിൽ മാറ്റേണ്ട സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശിക്കാൻ തടസ്സമായ ഒത്തിരി കാര്യങ്ങൾ, അതിലൊരു തടസ്സമുണ്ടാക്കാൻ നമുക്ക് ആഗ്രഹമില്ല. സ്വസ്ഥതമായിട്ട് അതിലിങ്ങനെ നമ്മളൊക്കെ കിടന്നുറങ്ങുകയാണ്. അതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും മറ്റു പലര് ആ അവസ്ഥയിലായിരിക്കുമ്പോൾ അതിനെ ചൂണ്ടിക്കാണിക്കുവാൻ ആ കുഞ്ഞിനെ പോലെ പല കടപ്പാടുകളും പലരോടും നമ്മൾ ഉണ്ടാക്കിയിട്ട് ഉപദേശിക്കേണ്ട നമുക്കൊക്കെ ഉപദേശിക്കാൻ പോലും സാധിക്കാത്ത അവസ്ഥകളായി മാറിപ്പോവുകയാണ് ചെയ്യുന്നത്. അനുഗ്രഹിക്കപ്പെട്ട വാത്സല്യ സഹോദരങ്ങളെ, ഈ ഒരു സാഹചര്യത്തിലാണ് ഈ ആലസ്യങ്ങളിൽ നിന്ന് അസ്വസ്ഥരായി ഉണരുവാനുള്ള ദൈവത്തിൻ്റെ ആഹ്വാനം നമ്മോട് പറയുന്നത്. ഈ ആലസ്യങ്ങളിൽ നാം
തീർന്നു പോകുവാനുള്ള അവസരമുണ്ടാകാതെയാണ് ദൈവവചനം നമ്മെ ആഹ്വാനം ചെയ്യുന്നത്. ലോകത്തിൻ്റെ ചരിത്രത്തിൽ വേദപുസ്തകം കണ്ടതിൽ ഏറ്റവും ശക്തനായ ഒരു മനുഷ്യൻ്റെ ജീവിതം, അവനിങ്ങനെ ഉറങ്ങിക്കിടന്ന ഒരു മനുഷ്യനെ കുറിച്ച് അപ്പൻ്റെയും അമ്മയുടെയും നോമ്പും ഉപവാസവും പ്രാർത്ഥനയും മൂലം ലഭിച്ച ശിംശോൻ എന്ന് പറയുന്ന ആ മനുഷ്യൻ, ഫെലിസ്ത്യരുടെ കയ്യിൽ നിന്ന് ഇസ്രായേൽ മക്കളെ വീണ്ടെടുക്കാൻ ദൈവം കനിഞ്ഞുകൊടുത്ത ഒരു മകൻ. എന്തായിരുന്നു അവൻ്റെ ശക്തി? എന്തായിരുന്നു അവൻ്റെ കൃപ? ഒരു സിംഹമലറി വന്നപ്പോൾ ആട്ടിൻകുട്ടിയെ പോലെ വലിച്ചു കീറിക്കളഞ്ഞവനല്ലേ ശിംശോൻ? ഒരു കഴുതയുടെ പച്ചത്താടിയെല്ലുകൊണ്ട് 1000 പേരെ അടിച്ചു വീഴ്ത്തിയവനല്ലേ ശിംശോൻ? പക്ഷേ ദലീല എന്ന് പറയുന്ന ഒരു സ്ത്രീയുടെ മടിയിൽ അവൻ ഉറങ്ങിപ്പോയി. അവൻ സ്വസ്ഥമായി അവിടെ കിടന്നുറങ്ങുകയാ. എന്താ സംഭവിച്ചത്? ആ ഉറക്കത്തിൽ, ആലസ്യത്തിൽ സകലവും നഷ്ടപ്പെട്ട അവസാനം ദാഗോന്റെ ഗോപുരത്തിൽ കണ്ണും കുത്തിപ്പൊട്ടിച്ച് കുഞ്ഞുങ്ങൾക്ക് കളിപ്പാട്ടമായി മാറുന്ന ശിംശോന്റെ ഹൃദയം നിറന്നുള്ള നിലവിളി നമുക്ക് കേൾക്കാം. എൻ്റെ ദൈവമേ, ഒരിക്കൽ കൂടെ മാത്രം എനിക്ക് സഹിക്കാൻ പറ്റൂല. ലോകത്തിൻ്റെ ഇമ്പങ്ങളിൽ, മദ്യപാനത്തിൽ, വേശ്യാവൃത്തിയിൽ, ഇങ്ങനെ ഓരോ ലിസ്റ്റുകൾ എടുത്ത് പരിശോധിക്ക്. ഇതിൻ്റെ ആലസ്യത്തിലാണോ ഞാനും നിങ്ങളും? ആ സുഖസുഷുപ്തിയിൽ ഉറങ്ങുമ്പോൾ, പ്രതീക്ഷിക്കാത്ത സന്ദർഭത്തിൽ അത് നമ്മെ തകർത്ത് കളയുമ്പോൾ, ദൈവത്തിൻ്റെ ശബ്ദം സ്വർഗരാജ്യത്തിൻ്റെ അവകാശിയാകുവാൻ ദ ഡിസ്റ്റർബിംഗ് ഗോഡ് കോൾസ് അസ്. അസ്വസ്ഥനാക്കുന്ന ദൈവത്തിൻ്റെ ശബ്ദം നാശത്തിലേക്ക് നശിപ്പിക്കാനോ അല്ല, ജീവങ്കലേക്ക് കൊണ്ടുവരുവാൻ, പരിശുദ്ധാത്മ ശക്തി കൊണ്ട് നിറയുവാൻ ഒരു തീരുമാനമെടുക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ എന്ന് നമ്മൾ തന്നെ സമർപ്പിക്കാം.